ഹായ്, നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. കിച്ചണിലുള്ള ഡേ ഇൻ മൈ ലൈഫ് വെറൈറ്റിയാ. ഫസ്റ്റ് നമുക്ക് മീൻകറി വെക്കണം, മീൻ പൊരിക്കണം, പിന്നെ എനിക്ക് കേക്കിനൊരു ഓർഡർ ഉണ്ട്. അലുവയും മത്തിക്കറി ആവുമെന്തോ, നമുക്ക് എന്തായാലും നോക്കാം. ബേക്കിൽ നിൽക്കുന്നതാണെന്ന് ശ്രദ്ധിക്കേണ്ട, എൻ്റെ മാത്രം അനിയൻ. ഓക്കെ, അപ്പോൾ തുടങ്ങാം. പെപ്സിയൊക്കെ തരുന്നു. ഇനി എൻ്റെ കിഡ്നി എല്ലാം വേണോ എന്തോ, ഒന്നും പറയാൻ പറ്റൂല എൻ്റെ കാര്യമായോണ്ട്. ഫോണൊന്ന് എവിടെയെങ്കിലും വെക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി തട്ടിയിട്ടിരിക്കുന്നു. ഞാൻ വെച്ച് പൊട്ടിയെന്ന് വീഡിയോയിലൊക്കെ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പൊരിക്കാനുള്ള മീനാണ്. പൊരിക്കാനുള്ള മീനിലോട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഒരുപാട് മസാലയൊന്നുമില്ല. ഫസ്റ്റ് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, ഒരു ലേശം മതി. പിന്നെ ഇടുന്നത് കുറച്ച് കുരുമുളകാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്കിപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർക്കുന്നത്. പിന്നെ അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് ചേർക്കേണ്ട കറിവേപ്പിലയാണേ. നമുക്കൊരു 2 തണ്ട് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. പൊരിക്കുമ്പോൾ ഇടുന്നേക്കാട്ടിൽ ഇങ്ങനെ ഇടുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടച്ചൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇനി നമുക്ക് മീൻകറിയുടെ സാധനങ്ങൾ സെറ്റ് ചെയ്യാം. കറിയിലത്തേക്ക് വേണ്ട സാധനങ്ങൾ: ഒരു അരമുറി തേങ്ങ, പുളി, ഒരു ചെറിയ സവോള, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇനി മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് മല്ലിപ്പൊടി, മുളക് പൊടി. ഇവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ മീൻ വെക്കുന്ന പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ഉരുളി വെച്ചിട്ട് ആദ്യം നമുക്ക് ഗ്യാസ് കത്തിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മാത്രം എണ്ണ ആവശ്യമുള്ള. എണ്ണ ചൂടായതിലോട്ട് നമുക്ക് നമ്മൾ അരപ്പൊഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കുറുവി അരപ്പാണ് നമ്മുടെ. അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർക്കാം. നമ്മൾ ആ മിക്സിയിലെ അരപ്പിൻ്റെ കൂടെ ചേർത്താണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മളെ മീൻ ഇട്ട് കൊടുക്കാവേ. ഇത് തിളച്ചിട്ടുണ്ട്. തിളച്ചതിലോട്ട് നമുക്ക് നമ്മുടെ ചൂര ഇട്ട് കൊടുക്കാം. ഇതാണ് ഇട്ട്. ഇനി അതിനൊന്ന് നമുക്ക് ആ കറിയിലോട്ട് ഇതാക്കിയിട്ട് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ മുങ്ങി നിൽക്കുന്ന കണക്ക്, മീൻ കറിയിലോട്ട് മുങ്ങി നിൽക്കുന്ന പോലെ പീസ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി അത് കിടന്നൊന്ന് വേവണം, വെന്ത് വരണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഓരോ കറിവേപ്പിലയായിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ? നമുക്ക് എന്തായാലും അതൊന്ന് സിമ്മിലിട്ട് അതവിടെ കിടന്ന് സിമ്മിൽ കിടന്ന് വെന്തോളും. അപ്പോഴത്തേക്കും നമുക്ക് മീൻ പൊരിക്കാവേ. അപ്പോൾ മീൻ അങ്ങനെ കിടന്ന് പൊരിയുവാണ്. അപ്പുറം നമ്മുടെ മീൻ കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മറിച്ചിടാം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് കടുക് വറുക്കാം. മീൻ കറിക്കായിട്ടിട്ടുള്ളത് കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് മതി, കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല. ആകെ നമ്മൾ ചേർക്കുന്നത് കടുകും കറിവേപ്പിലയും മാത്രമാണ്. കുറച്ച് കടുക്,
കടുകൊന്ന് പൊട്ടതിന് ശേഷം, കടുക് ദൈവസഹായിച്ച് പൊട്ടുന്നില്ല. എന്തൊരു ഭാഗ്യത്തിന് കണ്ണി തെറിച്ചില്ല. താളിച്ചു കൊടുക്കും. ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പം മീൻകറി ഇതേ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മീൻകറി മാറ്റി വയ്ക്കാം. അപ്പം മീൻ പൊരിച്ചത് ഇവിടെ സെറ്റായി. കുറച്ച് വിസിറുമ്പിച്ചു പോയി, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ഭാഗം മാത്രമല്ലല്ലോ, മോശ ഭാഗം എല്ലാവരും കാണണ്ടേ. നമ്മുടെ മീൻകറി എന്താ ഇവിടെ സെറ്റായി. മീൻകറിയും പൊരിച്ച മീനും സെറ്റായി. അപ്പം നമുക്കിനി ഒരു ഡ്യൂട്ടിയും കൂടെ ഉള്ളൂ, കേക്ക് മേക്കിംഗ്. അതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ചെയ്തോണം. നമുക്ക് ചെയ്യേണ്ട കാര്യം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇത്രയും പഞ്ചസാര ആവശ്യമുണ്ട്. നമ്മൾ ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ നമുക്കിനി ഇതിനകത്തോട്ട് വെക്കണം. വെക്കുന്നതിന് മുമ്പ് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. ഓയിൽ ഞാനത് കേക്കിൻ്റെ ആവശ്യത്തിന് മേടിച്ച് വെച്ചിരിക്കുന്ന ഓയിലാണ്. അപ്പം ഓയിൽ നമുക്കൊരു കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഇത് സൺഫ്ലവർ ഓയിലാണ്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഈ പേപ്പർ വെച്ച് കൊടുക്കാം. പേപ്പർ വെച്ചിട്ട് പേപ്പറിൻ്റെ ഇതിലും കൂടി നമുക്കൊന്ന് പേപ്പർ അകത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, അപ്പം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം മുമ്പേ ഞാൻ ഷുഗർ പൗഡർ ആക്കാത്തതുകൊണ്ടാണ് അതിപ്പോൾ പൊടിച്ചെടുത്തത്. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ സംഭവം. അടുത്തതായിട്ട് നമുക്കിനി പൗഡർ, അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഫാൻറ്റസി മിൽക്ക് കേക്കാണ്. ഫാൻറ്റസി മിൽക്ക് കേക്ക് എന്ന് പറയുന്നത് എൻ്റെ തന്നെ ഒരു ഐഡിയയിലുള്ളൊരു കേക്കാണ്. ഇത് എൻ്റെ കോൺസെപ്റ്റിലുള്ള കേക്ക്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുന്ന ബൗൾ എടുക്കാം. അതിനുശേഷം നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ പോവാണ്. അതിലോട്ട് നമുക്ക് മൈദയാണ് ഇടുന്നത്. നമുക്ക് ആദ്യം മൈദ ഇതിലിട്ട് കൊടുക്കാം. പിന്നെ ഇടുന്നത് ബേക്കിംഗ് പൗഡറാണ്. പിന്നെ ഒരു നുള്ളു കൊക്കോ പൗഡർ, കുറച്ചേ ഉള്ളൂ, ഒരു നുള്ളു. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതും ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാമേ. ഇതിൻ്റെ ഇടയ്ക്ക് ഇനി ഇപ്പം ആവൻ വരും. നിങ്ങൾ കണ്ടോ, കുറച്ച് കാര്യമുണ്ട്. അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ല ഗൈസ്, മനഃപൂർവ്വം. പിന്നെ നമ്മൾ കേക്കിൻ്റെ ലിക്വിഡ് മിക്സാണ് ചെയ്യുന്നത്. ഇതിലോട്ട് 2 മുട്ടയാണ് ആവശ്യം. 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ആദ്യം മുട്ട പൊട്ടിച്ചൊഴിക്കാം. രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് ബീറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീറ്റ് ഷുഗർ പൗഡർ ആണ് ഇടുന്നത്. കുറച്ച് ഇട്ടാൽ മതിയേ. ഇനി ബീറ്റ് ചെയ്യാം. നമ്മൾ ഒഴിക്കേണ്ട സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഓക്കെ, ഇനി ഒന്ന് ബീറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത ഷുഗർ ഇടുന്നതിന് മുമ്പ് നമുക്ക് സ്പെൻഡിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം.
അതിനുശേഷം നമുക്ക് അര കപ്പ് പഞ്ചസാര കൂടിയാണ് ഞാൻ ഇടുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ കേക്ക് വെക്കുന്ന ആ ഒരു പാത്രം നമുക്ക് വെച്ച് സിമ്മിലിട്ടൊന്ന് അടച്ച് വെക്കാം. ഈ ഒരു ഇതിലാണ് നമ്മൾ കേക്ക് വെക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മറ്റേ ചോറ് വെക്കുന്ന തട്ടില്ലേ, ആ തട്ട് നമ്മൾ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്മിലിട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മൾ മുട്ടയും ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലോട്ട് ചേർത്ത് ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചിട്ട് നമ്മൾ സ്പെൻഡുല വെച്ചിട്ട് പയ്യെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ബാക്കി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി സ്പെൻഡുല വെച്ച് മിക്സ് ചെയ്യാം. വളരെ പയ്യെ വേണം മിക്സ് ചെയ്യാൻ, ഇല്ലെങ്കിൽ കേക്ക് ഹാർഡാവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ പയ്യെ വേണം, നമ്മൾ കുറച്ച് ടൈം എടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇനി നമുക്ക് നമ്മളെ ട്രേയിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാറ്റർ നമ്മളെ ട്രേയിലോട്ട് ഒഴിക്കുകയാണ്. നല്ല രീതിയിൽ നമ്മളെ ബാറ്റർ വന്നിട്ടുണ്ട്. എക്സസ് ആയിട്ടുള്ളത് നമുക്ക് സ്പെൻഡുല വെച്ച് തന്നെ ഒന്ന് നീക്കിയിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് തട്ടിക്കൊടുക്കാം. ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നത്. വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് അടുപ്പിൽ വെച്ച ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് ചോറും തോരനും മീൻ പൊരിച്ചതും കഴിക്കാം. കുറച്ച് പ്രശ്നം കാരണം ബാക്കി കേക്കിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതൊരു വയലറ്റ് ആൻഡ് ബ്ലൂ തീമിലെ കേക്കാണ്. ഓക്കെ, നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇത്രയും അലമ്പായിട്ട് കിടക്കുന്ന ഈ അടുക്കള നമുക്ക് ക്ലീൻ ചെയ്യാം. സ്വാഭാവികമായിട്ടും വിചാരിക്കുമായിരിക്കും, ഇതൊക്കെ നീ തന്നെ ചെയ്തല്ലേ, നിനക്ക് തന്നെ വൃത്തിയാക്കി കൂടെ. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാത്രം കഴുകിട്ടോ. ഏകദേശം ഇത്രത്തോളം സാധനങ്ങളാണ് നമുക്ക് കഴുകാനുള്ളത്. അപ്പോൾ നമുക്ക് കഴുകാം. അതാ നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതാ നമ്മുടെ കഴുകിയ പാത്രങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫുൾ ക്ലീനൊക്കെ ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി എന്തൊക്കെയായിരുന്നു? മീൻ പൊരിച്ചു, മീൻ കറി വെച്ചു, പിന്നെ കേക്ക്, നമ്മൾ അലുവ മത്തിക്കറി. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ, അപ്പോൾ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ടൈം എത്രയായെന്ന് വെച്ചാൽ ഒരു 3:15 അപ്പം നമുക്കൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. അപ്പം ഞാൻ പറയാൻ പോകുന്നത്, ഞാനിരുന്ന് പിച്ചും പേയും പറയല്ല, ഞാൻ വീട്ടിൽ തന്നെ ഒരു ബ്രൈറ്റനിങ് ഓയിൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ആ ബ്രൈറ്റനിങ് ഓയിൽ. ഇത് ഓറഞ്ച് ഓയിലാണ്. നമ്മൾ സാധാരണ ഓയിലൊക്കെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പോലെ നമുക്ക് അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ഞാനിത് 5 വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മുഖത്തങ്ങനെ പാടുകൾ അങ്ങനെയൊന്നുമില്ല ഇതുവരെ ആയിട്ടും. ഇത് യൂസ് ചെയ്തത് കൊണ്ടാണ് എന്നല്ല, ഇതുവരെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എൻ്റെ സ്കിന്നിന് ഇതൊരു പ്രശ്നമല്ല. അതുകൊണ്ട് ഞാനിതൊന്നും കുളിക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് യൂസ് ചെയ്തിട്ടാണ്, അപ്പോൾ നന്നായിട്ട് ഇത് യൂസ് ചെയ്ത് മസാജൊക്കെ ചെയ്തിട്ടാണ് കുളിക്കാറ്.
ഇത് ധൈര്യമായിട്ട് നമുക്ക് കയ്യിലോ കഴുത്തിലോ കാലിലോ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. കാര്യം യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാത്തൊരു ഓയിൽ തന്നെയാണ്. കാര്യം ഇത് ഹോം മെയ്ഡാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്നും കുളിക്കുന്നതിന് മുമ്പ് മുഖവും ഓയിലിട്ട് മസാജ് ചെയ്ത് അതുപോലെ തന്നെ എണ്ണയിട്ട് നമ്മൾ മുടിയും മസാജ് ചെയ്തിട്ടാണ് എന്നും കുളിക്കാറ്. അപ്പോൾ എന്തായാലും പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുളിച്ചിട്ട് വന്നതിന് ശേഷം കുറച്ച് നേരം വെളിയിൽ വന്നിരുന്ന് ഊഞ്ഞാലൊക്കെ ആടാറുണ്ട്. അതൊക്കെ ശീലമായി പോയി ഗൈസ്. ഇപ്പോൾ കേക്ക് കൊടുക്കാൻ ടൈമായിട്ട് ഇതാ പുറത്തോട്ടിരുന്ന് നോക്കിയപ്പോൾ നല്ല മഴക്കാറ് വന്ന് നിൽക്കുന്നു. ഇനി എന്ത് ചെയ്യും? എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ എന്തായാലും കേക്ക് നമ്മളെ ബോർഡിലോട്ട് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് സീനൊന്നുമില്ല, അവരെന്തായാലും ലേറ്റ് ആയാലും ഓർഡർ എടുത്തോളാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ധൈര്യമായല്ലോ. അപ്പം നമുക്ക് എന്തായാലും ഈ ബോർഡിലോട്ട് നമ്മളെ കേക്ക് മാറ്റാം. നമ്മൾ ബോർഡ് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടെ കേക്ക് നമ്മൾ ബോർഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഒരു സൈഡുള്ളതും കൂടി നമുക്കിതിലോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കാം സെക്യൂറായിട്ട്. മൊത്തത്തിൽ നമ്മളൊന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ടേപ്പ് ഇട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുവാണ്. സെക്യൂർ ചെയ്ത് ഫ്രണ്ടിൽ മാത്രം ഞാൻ സെക്യൂർ ചെയ്യുക, അത് നല്ല വലിയ ടേപ്പാണ്. പിന്നെ നമ്മൾ നൈഫ് കൂടി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും സെറ്റ്. അപ്പോൾ നമുക്കിനി കേക്ക് ഒന്ന് ഡെലിവർ ചെയ്യാൻ പോകും. അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ഫസ്റ്റ് ഞാൻ എന്താ ഈ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. ഇത് മാറ്റാണ് കേട്ടോ. ഇതിപ്പോൾ കൈ കിട്ടിയത് ഇട്ടതാണ്. പിന്നെ നമുക്കിതാ ഈ ഐലൈനർ വരച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ അടുത്ത് വരെ പോകുന്നതുകൊണ്ട് ചെറുതായിട്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. നമുക്ക് മറ്റേ കണ്ണിലും അതുപോലെ വരച്ച് കൊടുക്കാം. ഇത് വരയ്ക്കുന്നതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. ഫോണും കൂടി കൈ പിടിച്ചിരിക്കുന്നതുകൊണ്ട് നല്ല ഇപ്പം തെറ്റുകയും ചെയ്തു. നല്ല ടാസ്ക്കാണ് ഗൈസ് ഇത് വരയ്ക്കാനായിട്ട്. ഒരുവിധം എങ്ങനെയൊക്കെ രണ്ടും ഒരുപോലെ വരച്ചിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് പോവാം. ഇപ്പുറം വാച്ചില്ല, അതൊന്ന് സെറ്റ് ചെയ്തപ്പോൾ ഇപ്പം എന്തായാലും റെഡിയായി. ഒന്ന് ലെവൽ കൂടി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും സെറ്റായിട്ടുണ്ട്. അപ്പോൾ മുടി എന്തായാലും ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വന്നുകൊണ്ട് ആ പിരുത്ത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ കുട്ടി കമ്മലിടാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ ഈ ഒരു വൈറ്റ് ബോയും കൂടെ വെച്ചിട്ടാണ് പെയർ ചെയ്തത്. പിന്നെ ഡ്രസ്സ് ഈ റെയിൻബോയിലുള്ള ടീഷർട്ടും ബ്ലൂ സ്കർട്ടുമാണ്. പോവാൻ ഇറങ്ങി റോഡിൽ നിന്ന് നോക്കിയപ്പോഴും നല്ല മഴക്കോളുണ്ട്. അങ്ങനെ സക്സസ്ഫുള്ളി മഴയൊന്നും നനയാതെ കേക്ക് ഡെലിവറി ചെയ്ത്. പിന്നെ ഇത് തിരിച്ച് അമ്മയെ വിളിച്ചിട്ട് വന്നപ്പോൾ അമ്മ നമുക്ക് ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനം മേടിച്ചു. അപ്പോഴത്തേക്ക് ഇതാ നല്ല മഴ. ഇതോ എൻ്റെ വണ്ടി. അപ്പോൾ ഇതാണ് സാധനം. ഇതിൻ്റെ പേര് ചിരിമുട്ട എന്നാണ്. അതാ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിന്നാം. അമ്പലത്തിൽ നിന്ന് കുറച്ച് എള്ള് ചിരടി ചെയ്ത് കിട്ടി. പിന്നെ നൈറ്റ് പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ബൈ ഗൈസ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.